എല്ലാവർക്കും നമസ്തേ. ഞാൻ പറഞ്ഞ കാര്യം എന്തിനെന്ന് വെച്ചാൽ എൻ്റെ മോന് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അതെന്തിനെന്ന് വെച്ചാൽ എൻ്റെ മോന് ഈ ചെറിയ ചെവിയിൽ വെള്ളം വന്ന് അപ്പോഴത്തേക്ക് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇഷ്ടം പോലെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ നാട്ടിൽ വിശാഖപട്ടണത്ത്. പക്ഷേ അവർ തന്നെ മരുന്നുകൾ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്ന ശേഷം വീണ്ടും അതേപോലെ ആയപ്പോഴത്തേക്ക് അമ്മ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർമാർ പറഞ്ഞ് 7 ദിവസം മെഡിസിൻ കഴിച്ച് നോക്കാം, കുറഞ്ഞില്ലെങ്കിൽ ഇവനെ ഓപ്പറേഷന് വേണ്ടി വരുവാന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ 7 ദിവസം മരുന്നും കഴിച്ച് കുറവായില്ലേ, ഓപ്പറേഷൻ നടന്നു. ഇപ്പോൾ ഓപ്പറേഷൻ നടന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ലേ. മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്തിനാന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കൾക്ക് ആരൊക്കെയായാലും ചെവിയിൽ അഴുക്കുണ്ടെങ്കിൽ, ചെവിയിൽ അങ്ങനെ ചെറിയ വേദന ഉണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോർ ഗുളികയാലും അങ്ങനെ ഒന്നും കഴിക്കാതെ ഡയറക്റ്റ് ENT കൺസൾട്ട് ചെയ്താണ് നല്ലത്. ഏതുണ്ടായാലും അവർ സൊല്യൂഷൻ പറയൂ. അല്ലാതെ ഇവിടെ ബഡ്സിൻ്റെ ഇവിടെ വെളിയിൽ വന്ന അഴുക്കുണ്ടല്ലോ, നമ്മൾ ഈർക്കിലിട്ട് കുത്തിയെടുക്കാം, അല്ലെങ്കിൽ പിന്നീസ് ഇട്ട് കുത്തിയെടുക്കാം, അല്ലെങ്കിൽ ബഡ്സ് ഇട്ട് കുത്തിയെടുക്കാൻ മാത്രം ചെയ്യരുത്. ചെയ്താൽ പിന്നെ നമുക്ക് പൈസ വേണമെങ്കിൽ എത്രയായാലും ചിലവാക്കാം, ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് സമ്പാദിക്കാം. പക്ഷെ അതല്ലേ മെയിൻ, നമ്മൾ കുഞ്ഞുങ്ങൾ ആ വേദന സഹിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആർക്കായാലും അങ്ങനെ ചെവി വേദന ഉണ്ടെങ്കിൽ നിങ്ങളായാലും ENT കൺസൾട്ട് ചെയ്യണം. മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എത്ര വേദന വന്നാലും നമ്മൾ സഹിക്കാൻ സാധനം വെച്ചാൽ നമുക്ക് അതിലുള്ള ബലമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ഇത്ര പ്രായമായി എല്ലാം കഴിഞ്ഞതാണ്. പക്ഷെ നമ്മളെ മക്കളെ ഭാവി ഇങ്ങനെ മുമ്പോട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മോനിപ്പോൾ ഇച്ചിരി വലിയ ഓപ്പറേഷനാണ്. അവന് അകത്തുള്ള എല്ലിന് കൂടെ ചെറിയ പ്രശ്നമുണ്ട്, അതിന് കൂടെ ചെയ്തത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയെങ്കിൽ ഇന്നലെ നടന്നതേ ഉള്ളൂ. ഇപ്പോൾ സേഫാ, ഇതുവരെയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എത്ര ഓപ്പറേഷൻ ചെയ്താലും ഒരു കുറവ് ശരീരത്ത് ഒരു മനസ്സിക്ക് ഒരു വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ട് ദയచేത് മറ്റുള്ള കൊച്ചുങ്ങൾക്ക് അങ്ങനെ ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ മോന് കിടന്ന വീഡിയോ കൂടെ അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവും. ഓക്കെ ഫ്രണ്ട്സ്, ദയచేത് എല്ലാവരും നിങ്ങളുടെ മക്കൾ സേഫായിട്ട് ഇരുത്തണം. ഓക്കെ, ആൻഡ് അങ്ങനെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.